63ാമത് കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവം ഇന്ന് മുതൽ തിരി തെളിയുകയാണ്. ഇന്ന് വേദികളിലെല്ലാം രചനാ മത്സരങ്ങളാണ് നടക്കുന്നത്. ഈ മത്സരങ്ങളിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ വർഷം എല്ലാ കുട്ടികൾക്കും മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന എല്ലാ കുട്ടികൾക്കും ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് ഇൻഡിവിജ്വൽ ട്രോഫി കൊടുക്കുന്നതാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ കലോത്സവത്തിൻ്റെ UP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള മുഴുവൻ പങ്കെടുക്കുന്നത് 1ാം സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ട്രോഫി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്പോൺസർമാരെയെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഓവറാൾ ട്രോഫികൾ ഈ വർഷം ട്രോഫികൾ ഫസ്റ്റും സെക്കൻഡും ഈ വർഷം പുതിയ ട്രോഫിയാണ് കൊടുക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. കഴിഞ്ഞ വർഷം ഉപജില്ലകളിൽ നിന്നുള്ള ട്രോഫികളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മിനുക്ക് പണികളെല്ലാം നടത്തി 1ാം വേദിയിൽ വളരെ വിശാലമായ പവലിയനിൽ ഇത് സജ്ജീകരിച്ച് അവിടെ നിന്നായിരിക്കും ഈ കുട്ടികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യുന്നത്. നമ്മുടെ ഈ വർഷത്തെ കലോത്സവവുമായി ബന്ധപ്പെട്ട് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ KAMA എന്ന സംഘടനയാണ് ട്രോഫി കമ്മിറ്റി നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായ നിലയിൽ ഇതുവരെ നടത്തി പോന്നു. എല്ലാ സബ് ജില്ലകളിൽ നിന്നും നമ്മൾ ട്രോഫികൾ ഏറ്റുവാങ്ങി. അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഷയങ്ങളിലും ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കുന്ന എല്ലാ വ്യക്തിഗത ഇനങ്ങൾക്കും ഗ്രൂപ്പ് ഇനങ്ങൾക്കും മുൻകാലങ്ങളിൽ ഗ്രൂപ്പ് ഇനങ്ങൾക്ക് ട്രോഫി ഇൻഡിവിജ്വൽ ട്രോഫി കൊടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഗ്രൂപ്പ് ഇനങ്ങൾക്ക് കൂടി ഇൻഡിവിജ്വലായിട്ട് ട്രോഫികൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും വളരെ ഭംഗിയായ നിലയിൽ നാളെ മുതൽ അതിൻ്റെ വിതരണവും മറ്റ് സംവിധാനങ്ങളുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ സുവനീർ കമ്മിറ്റി കൂടി നമ്മൾ ഏറ്റെടുത്തിട്ട് നല്ല നിലയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മളതിൻ്റെ പ്രകാശനം സമാപന വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെ കൊല്ലം ജില്ലാ കലോത്സവം കൊട്ടാരക്കര വിളിച്ച് ചേരുകയാണ്. അതിൻ്റെ ട്രോഫി കമ്മിറ്റിയിലുള്ള എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് വലിയ വിപുലമായിട്ടുള്ള പരിപാടിയാണ് ഈ ഒരാഴ്ചക്കാലമായിട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കാലമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒറ്റ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള ഒരു വിജയകരമാവുന്ന ഒരു കമ്മിറ്റിയാക്കി മാറ്റുവാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും വ്യക്തമായുള്ള കൊട്ടാരക്കരയിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള കൊട്ടാരക്കര ഈ ജില്ലയിൽ നിന്ന് മുഴുവനായിട്ടുള്ള സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളുടെ സഹായത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുഴുവൻ കുട്ടികളിലേക്കും ട്രോഫികൾ എത്തിക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധമായിട്ടുള്ള പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ ഒരു ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു കമ്മിറ്റിയാക്കി മാറ്റുവാൻ വേണ്ടിയും നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്.